ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഈ നമ്മൾ പച്ചച്ചീര കൊണ്ടൊരു തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മാളിപ്പോയപ്പോൾ നല്ല ഫ്രഷ് ചീര ഇരിക്കുന്ന കണ്ടപ്പോൾ വാങ്ങിയതാണ്. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങായും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ജീരകവും പിന്നെ 2 പച്ചമുളകും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും പിന്നെ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് 2-3 കഷ്ണം ചുമന്നുള്ളിയാണ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഉള്ള കടുകൊക്കെ ഒന്ന് വറക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കടുക് ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ചീര നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിനകത്ത് മണ്ണും അതുപോലെ തന്നെ ഈ പുഴുക്കുത്തുള്ള ഇലകളും കാര്യങ്ങളും ഒക്കെ കാണും. അതെല്ലാം നന്നായിട്ട് ഒലച്ച് കഴുകിയെടുത്തതിന് ശേഷം അത് അരിപ്പപ്പാത്രത്തിൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞെടുക്കാവുള്ളേ. അല്ലെങ്കിൽ നമ്മുടെ ചീര പെട്ടെന്ന് കുഴഞ്ഞു പോകും. അതിനകത്ത് വെള്ളം ഒന്നാമതേ നമ്മളൊന്ന് ആവിക്ക് വെക്കുമ്പം തന്നെ ചീര നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഈ വെള്ളവും കൂടി ഉണ്ട്, നന്നായിട്ട് അത് കുഴഞ്ഞ് അവിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി, എല്ലാം ഒന്ന് ക്രഷ് ചെയ്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇത് നമുക്ക് ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചതിന് ശേഷം വേണം പിന്നെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ആവി കയറാനായിട്ട് ചെറുതീയിലൊന്ന് മൂടി വെച്ച് കൊടുക്കുവാണ്. ഇപ്പം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇപ്പം നമ്മുടെ ചീരയും ചീരത്തണ്ടുമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പം ചെറുതായിട്ടൊരു വെള്ളമായി ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഞാൻ ഫ്രീസറിനകത്ത് വെച്ച് തേങ്ങയാണ് ഇതിനകത്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളമായി ഇതിനകത്തുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തിയിട്ട് കൊടുക്കാം. എന്നാലേ ഇതിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് നല്ല റെഡിയായി വരത്തുള്ളേ. അപ്പോൾ ഇതേ രീതിയിൽ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചീരത്തോരനാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിച്ച് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ അത് ചൂടോടെ തന്നെ കൂട്ടണം, അല്ലെങ്കിൽ അത്രയ്ക്കൊരു രുചി ഉണ്ടാകത്തില്ല. പിന്നെ തണുത്ത് കഴിയുമ്പോഴത്തേന് അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പം ഞാനിത് മുട്ടയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ഇതേ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.